Hello friends, welcome to All in One YouTube channel. So we will be continuing our discussion of MA Sociology. So in today's class, we will be discussing the evolution of sociology in India in the period 1950s and 1960s. So ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സോഷ്യോളജിയുടെ എവല്യൂഷൻ, ഇന്ത്യയിലെ സോഷ്യോളജിയുടെ എവല്യൂഷൻ, അതായത് ഇൻഡിപെൻഡൻസിന് ശേഷം, ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്, what had happened, what all immediate changes happened in the stream of sociology in India. So 1950s, 60s. സോ ഇഗ്നോ സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾക്കറിയാം കണ്ടിന്യൂസ് ആയിട്ട് ഇതിൽ നിന്ന് ചോദ്യം വരാറുണ്ട്. ഞാൻ ആ ചോദ്യങ്ങൾ കാണിച്ചു തരാം. എവല്യൂഷൻ ഓഫ് സോഷ്യോളജി ഇതാണ്ട് 2020 തൊട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കുവാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ദ ട്രാജക്ടറി ഓഫ് എക്സ്പാൻഷൻ ഓഫ് സോഷ്യോളജി 1950s, 60s ചോദിച്ചിട്ടുണ്ട്. ഡിസ്കസ് ദ ഗ്രോത്ത് ഓഫ് സോഷ്യോളജി ആസ് എ ഡിസിപ്ലിൻ ഇൻ ഇന്ത്യ. ഓക്കെ, അത് എവല്യൂഷൻ തൊട്ട് ഗ്രോത്തും കൂടി ട്രേസ് ചെയ്യാനുള്ള ഒരു ചോദ്യമായിരുന്നു. 1970s ശേഷമുള്ളത് ചോദിച്ചിട്ടുണ്ട്. എക്സ്പ്ലെയിൻ ദ ഹിസ്റ്റോറിക്കൽ റൂട്ട്സ് ഓഫ് ദ ഗ്രോത്ത് ഓഫ് സോഷ്യോളജി ഇൻ ഇന്ത്യ. അത് ആക്ച്വലി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡീൽ ചെയ്തതായിട്ട് ലിങ്ക് ചെയ്ത് വരും. ദാറ്റ് ഈസ് ദ ഒറിജിൻ ഓഫ് സോഷ്യോളജി. ഡിസ്കസ് ദ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് സോഷ്യോളജി ആസ് എ പ്രൊഫഷൻ ഇൻ ഇന്ത്യ. അത് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് കഴിഞ്ഞ ക്ലാസ്സിലെയും കൂടി ഓവർലാപ്പ് ആയിട്ട് വരും. വാട്ട് ആർ ദ സോഷ്യോളജിക്കൽ ഡയമെൻഷൻസ് ഹൈലൈറ്റഡ് ഇൻ ദ ഏർലി സോഷ്യോളജിക്കൽ റൈറ്റിംഗ് ഓൺ ഇന്ത്യ. ഓക്കെ, അത് ഇതിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് വരുന്നതാണ്, ബട്ട് ഇതുമായിട്ട് ഓവർലാപ്പ് ചെയ്ത് വരും. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന കണ്ടന്റ്സ് എല്ലാം ആയിട്ട് ഓവർലാപ്പ് ചെയ്ത് വരുന്നതാണ്. ഡിസ്കസ് ദ മേജർ ട്രെൻഡ്സ് ഓഫ് സോഷ്യോളജിക്കൽ റിസർച്ച് ഡ്യൂറിംഗ് ദ 1970s. ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ദ ഫോക്കസ് ഓഫ് സോഷ്യോളജിക്കൽ സ്റ്റഡീസ് ഹാവ് ഷിഫ്റ്റഡ് ഫ്രം സ്ക്രിപ്ച്വൽ ടു എത്നോഗ്രാഫിക് റിസർച്ച് ഇൻ ഇന്ത്യ. അതായത് ടെക്സ്റ്റൽ അപ്രോച്ചിൽ നിന്ന്, സ്ക്രിപ്ച്വൽ അല്ലെ, പണ്ടത്തെ സ്ക്രിപ്റ്റ്സിൽ നിന്ന് പഠിച്ചതിന് ശേഷം എത്നോഗ്രാഫിക് സയന്റിഫിക് ആയിട്ടുള്ള രീതിയിലോട്ട് മാറി. അതാണ് ചോദിച്ചേക്കുന്നത്. അതും ആക്ച്വലി 1950s, 60s ശേഷം വന്ന ചേഞ്ചസ്, അതിന് മുമ്പുണ്ടായ ചില ചേഞ്ചസ്, 1970s ചേഞ്ചസ്, അതെല്ലാം കൂടി ഇൻകോപ്പറേറ്റ് ചെയ്താണ് ഉള്ളൊരു ആൻസറാണ് അവിടെ ഇരുന്നത്. സോ സോഷ്യോളജി സ്വാതന്ത്ര്യത്തിന് മുമ്പ് എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സസിലായിട്ട് ഡിസ്കസ് ചെയ്തത്. അവിടെ നമ്മൾ ഒരുപാട് പുതിയ തിങ്കേഴ്സിനെ കണ്ടല്ലേ, കുറെ വെസ്റ്റേൺ തിങ്കേഴ്സിനെ കണ്ടല്ലേ. ഓക്കെ, അതിനുശേഷം നമ്മൾ കുറെ ഇന്ത്യൻ തിങ്കേഴ്സിനെയും പരിചയപ്പെട്ടായിരുന്നു. അപ്പൊ അവരൊക്കെ മെയിനായിട്ട് ആക്റ്റീവായിട്ട് പ്രവർത്തിച്ചത് ഇനി വരും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ആ കാലഘട്ടങ്ങളിലാണ്, സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള അതിമനോഹരമായ കാലഘട്ടം. സോ നമുക്ക് ഡിസ്കഷൻ തുടങ്ങാം. സോ ഇന്നത്തെ ആദ്യത്തെ ക്ലാസ് നമ്മൾ 1950s, 60s കാര്യങ്ങളായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. എവല്യൂഷൻ ഓഫ് സോഷ്യോളജി 1950s, 60s. ഓക്കെ, സോ നമുക്ക് പരിചയപ്പെടാം. സോ ഇവിടെ നടന്നത് വെച്ചാൽ ഈ ഒരു ഡെക്കേഡ് 1950s, 60s നടന്ന മേജർ ഒരു കാര്യം എന്ന് വെച്ചാൽ, വെയിറ്റ്, റെക്കോർഡിംഗ് ഓണല്ലേ? ഓക്കെ, സോറി ഫോർ ദ ഇന്ററപ്ഷൻ. സോ 1950s, 60s. സോ ഇവിടെ നടന്ന മെയിൻ കാര്യങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെടാം. സോ ഇവിടാണ് നമ്മുടെ സോഷ്യോളജി കുറച്ചും കൂടി ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷൻ സംഭവിച്ചത്. ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷൻ ഓഫ് സോഷ്യോളജി, അതായത് നമ്മുടെ ഇവിടുത്തെ മേജർ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, യൂണിവേഴ്സിറ്റീസിലൊക്കെ സോഷ്യോളജിയും കൂടി ഇൻകോർപ്പറേറ്റ് ചെയ്തു, അല്ലെങ്കിൽ സോഷ്യോളജിക്ക് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് വളർന്നു വന്നു. അതുപോലെ തന്നെ സോഷ്യോളജി ഒരു അക്കാഡമിക് ഡിസിപ്ലിനായിട്ട് വളർന്നതും ഈ കാലഘട്ടത്തിലാണ് ഇന്ത്യയിൽ. ഓക്കെ, അതിന് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് കൂടുതൽ യൂണിവേഴ്സിറ്റികൾ ഇതിനായിട്ട് തുറക്കുകയൊക്കെ ചെയ്തത് ഈ കാലഘട്ടങ്ങളിലാണെന്ന് നമുക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ പിന്നെ നമുക്ക് ഈ കാലഘട്ടം എടുക്കാം, ഈ പീരീഡ് അല്ലേ. ഇതെന്താണ്? സ്വാതന്ത്ര്യം കിട്ടി അല്ലേ, ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി. അതിനുശേഷമുള്ളൊരു നൂറ്റാണ്ടാണ്, അല്ലെങ്കിൽ സോറി ഡെക്കേഡാണ്. സോ ഇവിടുത്തെ കാര്യങ്ങൾ എന്ന് വെച്ചാൽ, അതായത് ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത വെച്ചാൽ, അതിന് മുമ്പ് വരെ അടിയൻ ഓ തമ്പ്രാൻ എന്ന് വിളിച്ച് നടന്ന ആൾക്കാർ ഇനി ഡാ പോടാ ബന്ധുവാ, ലിറ്ററലി. ഓക്കെ, അങ്ങനെ ആയെന്നല്ല, നിയമപരമായിട്ട് ആ ഒരു രീതിയിലോട്ട് ആർക്കും വളർന്നു വരാൻ ഇനി സ്വാതന്ത്ര്യമുണ്ട്. അപ്പം ആ രീതിയിൽ ഒരു ഭയങ്കരമായിട്ട് സോഷ്യൽ, പൊളിറ്റിക്കൽ ആൻഡ് ഇതിന്റെ എല്ലാം ഫലമായി എക്കണോമിക്കൽ ചേഞ്ചസ് അല്ലെ. സോഷ്യൽ പൊളിറ്റിക്കൽ കാര്യങ്ങൾക്ക് ചേഞ്ച് വന്നാൽ അവിടെ എക്കണോമിക്കൽ റിലേഷൻഷിപ്പിലും ചേഞ്ച് വരുമല്ലോ. സോ എക്കണോമിക്കൽ ചേഞ്ചസ് വന്നുകൊണ്ടിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. ഓക്കെ, അപ്പൊ ആ കാലഘട്ടത്തിന്റെ പ്രാധാന്യം അറിയുക. കാരണം സോഷ്യോളജി എന്താണ്? സൊസൈറ്റിയെ പറ്റിയാ പഠിക്കുന്നത്. അപ്പൊ സൊസൈറ്റിയിൽ ആ കാലഘട്ടത്തിൽ എന്ത് നടന്നു? സ്വാതന്ത്ര്യത്തിന് ശേഷം ഉണ്ടായി ഒരുപാട് സോഷ്യൽ, പൊളിറ്റിക്കൽ, എക്കണോമിക്കൽ ചേഞ്ചസ് ഉണ്ടായി. അപ്പം ഇതിനെ പറ്റിയാണല്ലോ ഇന്ത്യയിൽ ആ സമയത്ത് സോഷ്യോളജി പഠിക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ കാലഘട്ടത്തിനെ പറ്റി ഒരു അണ്ടർസ്റ്റാൻഡിങ്ങും ഉണ്ടാക്കിയെടുക്കണം. ഓക്കെ, പിന്നെ ഈ കാലഘട്ടത്തിൽ സോഷ്യോളജിക്ക് ഉണ്ടായ മേജർ മാറ്റങ്ങൾ നമുക്ക് നോക്കാം. സോഷ്യോളജിക്ക് ഉണ്ടായ മേജർ മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ, നമുക്കറിയാം അതിനു മുമ്പ് ടെക്സ്റ്റൽ ആയിരുന്നു അല്ലേ.
ടെക്സ്റ്റൽ അപ്രോച്ച് ആയിരുന്നു. ടെക്സ്റ്റൽ അപ്രോച്ച് ആയിരുന്നു, അതായത് ടെക്സ്റ്റുകളെ പറ്റിയായിരുന്നു പഠിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്. അതുപോലെ കൊളോണിയൽ അപ്രോച്ച് ആയിരുന്നു അല്ലേ. കൊളോണിയൽ ആൾക്കാർ, ബ്രിട്ടീഷേഴ്സ്, അവരുടെ സ്വാർത്ഥമായ താല്പര്യങ്ങൾ പ്രകാരം അവർ പഠിച്ചുകൊണ്ടിരുന്നു. അവരുടെ റൂള് ജസ്റ്റിഫൈ ചെയ്യാനും ഒക്കെയായിരുന്നു ഇവിടെ പഠിച്ചുകൊണ്ടിരുന്നെങ്കിൽ, ഇതിന് ശേഷം നടന്നതെന്ന് വെച്ചാൽ എംപിരിക്കലായി, അതായത് ഡേറ്റാ ബേസിസിൽ മാത്രം ഉള്ള പഠനങ്ങളായി. അവർ ഒന്ന് ജസ്റ്റിഫൈ ചെയ്യാൻ ശ്രമിക്കില്ല, ഡേറ്റ എന്ത് പറയുന്നു അതനുസരിച്ച് അവർ ചെയ്യുന്നു. മറ്റേത് അവർക്ക് ഓൾറെഡി ഒരു ബയസ്നെസ് ഉണ്ട്, അത് വെച്ചാണ് അവർ പഠനം നടത്തിക്കൊണ്ടിരുന്നത്. ഇപ്പൊ എംപിരിക്കലായി, ടെക്സ്റ്റൽ മാറി എന്ത് പറ്റി, ഫീൽഡിൽ ഇറങ്ങി അവർ വർക്ക് ചെയ്തു അല്ലേ. ഫീൽഡ് വർക്ക് എന്ന് പറയുമ്പോൾ ഇന്റർവ്യൂ ആയി, സർവേ ആയി, അതിനൊക്കെ കൂടുതൽ പ്രാധാന്യം കൊടുത്തുള്ളൊരു ഡെക്കേഡായിരുന്നു സോഷ്യോളജിയെ സംബന്ധിച്ച് 1950s 60s. അപ്പൊ നമുക്ക് ഇത്രയും ആണ് നമ്മുടെ ഇൻട്രൊഡക്ഷൻ. ഓക്കെ, ഈ കാലഘട്ടത്തിൽ എന്ത് പറ്റിയെന്നൊരു ബ്രീഫ് അണ്ടർസ്റ്റാൻഡിങ്. അതായത് കാലഘട്ടത്തെ പറ്റി പറഞ്ഞു, ഇൻഡിപെൻഡൻസ് കിട്ടി, സോഷ്യൽ പൊളിറ്റിക്കൽ എക്കണോമിക്കൽ ചേഞ്ചസ് വന്നു. അതുപോലെ ഈ സമയത്താണ് സോഷ്യോളജി ഭയങ്കരമായിട്ട് ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്യപ്പെട്ടു, അക്കാഡമിക് ഡിസിപ്ലിനായിട്ട് വളർന്നു. പിന്നെ ടെക്സ്റ്റൽ ആൻഡ് കൊളോണിയൽ അപ്രോച്ചിൽ നിന്ന് മാറി എംപിരിക്കൽ ആൻഡ് ഫീൽഡ് വർക്ക് ആയിട്ട് വന്നു. ഓക്കെ, നമുക്കിനി ഈ ക്വസ്റ്റ്യൻ, ഞാനിത് ഡീൽ ചെയ്യുന്നത് ഈ ക്വസ്റ്റ്യൻ 1950 to 1955 ആയിട്ട് തരംതിരിച്ചു. 1955 to 1960s ആയിട്ടും 5 കൊല്ലത്തിന് വെച്ച് രണ്ടായിട്ട് തരംതിരിച്ചാണ് പറയാൻ ശ്രമിക്കുന്നത്. ഓക്കെ, സോ ആദ്യത്തെ ഇവിടെ നമുക്ക് നോക്കാം. അപ്പം ഇവിടെ നമ്മളെന്ന് വെച്ചാൽ ഒരുപാട് സോഷ്യോളജി ഡിപ്പാർട്ട്മെന്റ് മേജർ യൂണിവേഴ്സിറ്റീസിൽ, ഓക്കെ, നമ്മളിതല്ല 1950സിനും 60സിനും 1950സിനും 55സിനും ഇടയിൽ നടന്ന മേജർ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പറയാം. മേജർ യൂണിവേഴ്സിറ്റീസിൽ സോഷ്യോളജി ഡിപ്പാർട്ട്മെന്റ് വളർന്നു വന്നു. സോഷ്യോളജി ഡിപ്പാർട്ട്മെന്റ്സ് വന്നു. അതായിരുന്നു 1950s 60സിൽ വന്ന ഏറ്റവും വലിയ ചേഞ്ചസിൽ ഒന്ന്. അപ്പൊ ഇതിന് ഉദാഹരണമായിട്ട് നമ്മുടെ അന്നത്തെ മേജറായ ഡൽഹി, ബോംബെ, കൽക്കട്ട യൂണിവേഴ്സിറ്റി, ലക്നൗ, ഈ സ്ഥലങ്ങളിലുള്ള യൂണിവേഴ്സിറ്റിയിലൊക്കെയാണ്, അല്ലെങ്കിൽ ഈ യൂണിവേഴ്സിറ്റികളിലൊക്കെയാണ് മേജറായിട്ട് സോഷ്യോളജി ഡിപ്പാർട്ട്മെന്റ്സ് വളർന്നു വന്നത്. ഓക്കെ, അപ്പൊ ഇവിടങ്ങളിൽ എന്ത് പഠിപ്പിച്ചു, ഇൻഡോളജിക്കൽ അപ്രോച്ചും ഓറിയന്റലിസ്റ്റ് അപ്രോച്ചും ഒരേപോലെ കൊടുത്തു. കാരണം ഇൻഡോളജിയൊക്കെ ആ സമയത്ത് കുറച്ചും കൂടി ഒരു പ്രാധാന്യം അർഹിച്ച് വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഓറിയന്റലിസം ആയിരുന്നു അന്ന് മെജോറിറ്റി ആയിട്ട് നിന്നത്. നമ്മൾ ആ ട്രാൻസിഷൻ പീരീഡ് ആണ്. ഓക്കെ, ഇനി കൂടുതൽ ഫോക്കസ് ഇൻഡോളജിയിലോട്ട് മാത്രമായിട്ട് വന്നുകൊണ്ടിരിക്കാൻ പോവുകയാണ്. ഓക്കെ, ഓറിയന്റലിസ്റ്റും ഇൻഡോളജിയും ഓറിയന്റലിസവും ഒരേ പ്രാധാന്യത്തോടെ അന്ന് പഠിപ്പിച്ചു. അന്നത്തെ നമുക്ക് കരിക്കുലം നോക്കാം. അന്ന് എന്തൊക്കെ പഠിപ്പിച്ചു കാണും? മേജർ സോഷ്യോളജിക്കൽ തിയറീസ് അന്ന് ആ കരിക്കുലത്തിൽ കവർ ചെയ്തു. മേജർ സോഷ്യോളജിക്കൽ തിയറീസ് ചെയ്തു, മീൻസ് അവിടെ ചർച്ച ചെയ്തു. ടെക്സ്റ്റൽ അനാലിസിസ് അവിടെ പഠിപ്പിച്ചു, ആൻഡ് അതിനെപ്പറ്റി കൂടുതൽ അനാലിസിസും കാര്യങ്ങളും അവിടുത്തെ പ്രൊഫസേഴ്സും ഗ്രാജുവേറ്റ്സും ഒക്കെ ചെയ്തു. ഓക്കെ, ആൻഡ് സോഷ്യൽ ഫിലോസഫി, അതായത് സൊസൈറ്റിയിൽ നടക്കുന്ന കാര്യങ്ങൾ അവർ ഫിലോസഫിക്കൽ പരമായി, ഓക്കെ, അതായത് എംപിരിക്സിസം ഒക്കെ ജസ്റ്റ് തുടങ്ങി വരുന്നേ ഉള്ളൂ അവിടെ. അപ്പോഴും ഫിലോസഫിക്കൽ നേച്ചറിൽ അവിടെ പഠനം നടത്തിക്കൊണ്ടിരുന്നു. അപ്പൊ ആ 1950s 60s എടുക്കുമ്പോൾ ഫീൽഡ് വർക്ക് അധികം ഇല്ലായിരുന്നു എന്ന് നമുക്ക് ഒബ്സർവ് ചെയ്യാം. ഓക്കെ, അപ്പൊ ആദ്യത്തെ കാലം 1950s 60s എടുക്കുമ്പോൾ അതിൽ തന്നെ പാതിയാക്കി 50-55 ആദ്യത്തെ 5 വർഷങ്ങളിൽ ഫീൽഡ് വർക്ക് അധികം പ്രാധാന്യമില്ല. ടെക്സ്റ്റൽ അനാലിസിസും സോഷ്യൽ ഫിലോസഫീസിലും ആയിരുന്നു നമ്മുടെ തിങ്കേഴ്സും യൂണിവേഴ്സിറ്റീസും എല്ലാം അധികം ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇൻഡോളജിയും ഓറിയന്റലിസവും ഒരേ പ്രാധാന്യത്തിൽ പഠിച്ചു. ഓറിയന്റലിസം എന്നൊക്കെ പറഞ്ഞാൽ അറിയാലോ, ടെക്സ്റ്റൽ അനാലിസിസ് തന്നെയാണ്. അപ്പൊ നമുക്ക് ഈ പോയിന്റ്സ് എല്ലാം ലിങ്ക് ചെയ്യാം. ഡൽഹി, ബോംബെ, കൽക്കട്ട, ലക്നൗ യൂണിവേഴ്സിറ്റികളിലായിരുന്നു ഇതിനായിട്ട് സോഷ്യോളജി ഡിപ്പാർട്ട്മെന്റ്സ് വളർന്നു വന്നു. ഓക്കെ, ഈ സമയങ്ങളിൽ UGC യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷന് ഫണ്ടിങ് കൊടുത്തു. സോഷ്യോളജിയുടെ വളർച്ചയ്ക്കായിട്ടുള്ള ഫണ്ടിങ്, ഫെലോഷിപ്പ്, അതുപോലെ ഡിപ്പാർട്ട്മെന്റ് എക്സ്പാൻഷന് വേണ്ടിയുള്ള കാര്യങ്ങളും ചെയ്തു കൊടുത്തു യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻ. അതുപോലെ തന്നെ ഓൾ ഇന്ത്യ സോഷ്യോളജിക്കൽ കോൺഫറൻസ് ആരംഭിക്കുന്നത് ഈ കാലങ്ങളിലാണ്. ഓൾ ഇന്ത്യ സോഷ്യോളജിക്കൽ കോൺഫറൻസ്. ഓക്കെ, ഇത് പിന്നീട് 1955 പേര് മാറി ഇന്ത്യൻ സോഷ്യോളജിക്കൽ സൊസൈറ്റി എന്നായി. ഓക്കെ, ഇന്ത്യൻ സോഷ്യോളജിക്കൽ സൊസൈറ്റി. അപ്പൊ ഇവിടാണ് ഇതിനെപ്പറ്റിയുള്ള മേജർ ചർച്ചകളും പുതിയ പ്രബന്ധങ്ങളും ഒക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ. വലിയൊരു
സംഭവം തന്നെയാണ് ഇന്ത്യൻ സോഷ്യോളജിക്കൽ സൊസൈറ്റി അല്ലെങ്കിൽ ഓൾ ഇന്ത്യ സോഷ്യോളജിക്കൽ കോൺഫറൻസ്. അത് ജസ്റ്റ് പേര് മാറ്റിയതാണ് 1955. ഓക്കെ, നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം അവിടെ. അപ്പൊ ഇതിന്റെ വളർച്ചയും നമുക്ക് ഭയങ്കരമായിട്ട് പറയാം. അപ്പൊ ഇവിടെ എന്താണ്, ഫീൽഡ് വർക്ക് കുറച്ച് കുറവായിരുന്നു, അതൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്ക് അടുത്ത കാലഘട്ടം നോക്കാം. 1955 മുതൽ 1960s വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് കാലഘട്ടമാണ്. അപ്പം നേരത്തെ പറഞ്ഞതിൽ ഫീൽഡ് വർക്കിലായിരുന്നു, അപ്പൊ ഇവിടെ ഫീൽഡ് വർക്കൊക്കെ നല്ല രീതി വളർന്നു വരാൻ പോകുന്ന കാലഘട്ടമാണ്. ഓക്കെ, അപ്പം നേരത്തെ നമ്മൾ പറഞ്ഞ യൂണിവേഴ്സിറ്റീസ് എല്ലാം ഡൽഹി, ലക്നൗ, കൽക്കട്ട, ബോംബെ, ഇതൊക്കെ ഭയങ്കര മെട്രോപൊളിറ്റൻ സിറ്റീസ് ആയിരുന്നു അല്ലേ. അപ്പൊ ഇതിൽ നിന്ന് മാറി ബിയോണ്ട് മെട്രോപൊളിറ്റൻ സിറ്റീസിലോട്ട് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ അതായത് മെട്രോപൊളിറ്റൻ സിറ്റീസിന് പുറത്തുള്ള ചില യൂണിവേഴ്സിറ്റികളിലോട്ടും കൂടി സോഷ്യോളജി ഡിപ്പാർട്ട്മെന്റ്സ് സ്പ്രെഡായി തുടങ്ങി. പൂർണ്ണമായി സ്പ്രെഡായില്ല, എന്നാൽ അങ്ങോട്ടേക്കുള്ളൊരു ചാട്ടം ആരംഭിച്ചു. കുറച്ചും കൂടി ചെറിയ ചെറിയ യൂണിവേഴ്സിറ്റിയിലോട്ട് വന്ന് തുടങ്ങി. ഓക്കെ, നല്ല രീതിയിൽ വന്നില്ല, വന്നു തുടങ്ങി. അതൊരു പോയിന്റ് ആയിട്ട് നമുക്ക് പറയാം. പിന്നെ പറയുന്നത് നേരത്തെ പറഞ്ഞ ഫീൽഡ് വർക്ക്, അതായത് എംപിരിക്കൽ മെത്തേഡ്സ്. എംപിരിക്കൽ എന്ന് വെച്ചാൽ എന്താ, ഡേറ്റാബേസ്, എംപിരിക്കൽ മെത്തേഡ്സ്, സർവേസ്, വില്ലേജ് സ്റ്റഡീസ്, അതായത് അവിടെ പോയി നിന്ന് പഠിക്കുന്നു, വില്ലേജ് സ്റ്റഡീസ്. വില്ലേജ് സ്റ്റഡീസിന്റെ മെയിൻ ആൾ, വില്ലേജ് സ്റ്റഡീസ് എന്ന് പറയുമ്പോൾ മനസ്സിൽ ഓർമ്മ വരേണ്ട ആളാരാണ്, എം എൻ ശ്രീനിവാസൻ. വെരി ഗുഡ്. വേറെ ഒരുപാട് പേര് വില്ലേജ് സ്റ്റഡീസ് നടത്തിയിട്ടുണ്ട്, പക്ഷെ പുള്ളിയാണ് അത് കുറച്ചൊന്ന് ഭയങ്കരമായിട്ട് പോപ്പുലറൈസ് ചെയ്തത്, നമ്മുടെ ഇന്ത്യയിൽ ഭയങ്കരമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത പുള്ളിയാന്ന് പറയാം. ഓക്കെ, അതിരിക്കട്ടെ, നമുക്ക് അതിലോട്ട് വരാം. അപ്പൊ 1955-60 കാലഘട്ടം നോക്കുമ്പോൾ മെട്രോപൊളിറ്റൻ സിറ്റീസിന് അപ്പുറത്തേക്ക് ഒരു വളർച്ച സോഷ്യോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ്സിനെ കണ്ടു. എംപിരിക്കൽ മെത്തേഡ്സ്, സർവേസ്, വില്ലേജ് സ്റ്റഡീസും കാര്യമായി കണ്ടു തുടങ്ങി. ഓക്കെ, ഇവിടെ കരിക്കുലം അല്ലെങ്കിൽ ഫോക്കസ് എന്തിലായിരുന്നു നോക്കാം. ഓക്കെ, റൂറൽ സോഷ്യോളജി, റൂറൽ സോഷ്യോളജിയെ പറ്റി പഠിച്ചു. അർബൻ സ്റ്റഡീസ് ഉണ്ടായി, അതായത് ആ സമയങ്ങളിൽ എന്ന് വെച്ചാൽ അർബൻ റൂറൽ ഏരിയാസ്, നമ്മുടെ വില്ലേജ് ഗ്രാമങ്ങളിൽ നിന്ന് വലിയ രീതിയിൽ ആൾക്കാർ സിറ്റികളിലോട്ട് മൈഗ്രേറ്റ് ചെയ്യുക തൊഴിലാവശ്യങ്ങൾക്കൊക്കെ ആയിട്ട്. അപ്പം റൂറൽ സോഷ്യോളജി, അർബൻ സ്റ്റഡീസ്, ഇൻഡസ്ട്രിയൽ സോഷ്യോളജി അല്ലെ, ഇൻഡസ്ട്രീസ് ഒക്കെ ഭയങ്കരമായിട്ട് വളർന്നു വരിക. ഇൻഡസ്ട്രിയൽ സോഷ്യോളജി, ഇൻഡസ്ട്രിയൽ സോഷ്യോളജി, എഡ്യൂക്കേഷൻ, അതായത് നമ്മൾ ഇതിനെ പറ്റി പഠിക്കണം. സ്വാതന്ത്ര്യം കഴിഞ്ഞു അല്ലേ, സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞു, അപ്പൊ നമ്മൾ പഠനങ്ങളെ പറ്റി കൂടുതലായിട്ട് പഠനങ്ങളെ പറ്റി പഠനം നടത്തി. അതായത് എഡ്യൂക്കേഷൻ സിസ്റ്റം എങ്ങനെ ആയിരിക്കണം, അതിനെപ്പറ്റിയൊക്കെ, അതിന്റെ ഇമ്പാക്ട്, അതിനെപ്പറ്റിയൊക്കെ പഠനം നടത്തി. അതുപോലെ സോഷ്യൽ ചേഞ്ച്, ആ സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞു പൊളിറ്റിക്കൽ, എക്കണോമിക്കൽ, സോഷ്യൽ ചേഞ്ച് നടക്കുമായിരുന്നു. അപ്പൊ അതിനെപ്പറ്റിയുള്ള പഠനങ്ങളും ഒക്കെ ഈ കാലഘട്ടത്തിൽ നടന്നു. ഓക്കെ, നമുക്കിവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഓക്കെ, ഡൽഹി യൂണിവേഴ്സിറ്റി, അതായത് ഓരോ യൂണിവേഴ്സിറ്റീസും പല മേഖലയിലാണ് ഫോക്കസ് ചെയ്തത്. ഇത് നമുക്ക് ലോജിക്കൽ തന്നെ പഠിച്ചു വെക്കാം. നമുക്ക് കുറച്ച് ഫാക്ച്വൽ ആണെങ്കിലും നമുക്ക് ആൻസേഴ്സ് കൊണ്ടുവരാൻ നല്ലതായിരിക്കും. ഡൽഹി യൂണിവേഴ്സിറ്റി ഫോക്കസ് ചെയ്തത്, അപ്പം നമുക്കറിയാം ഭയങ്കരമായിട്ട് അർബനൈസേഷനും ഇൻഡസ്ട്രിയലൈസേഷനും ഒക്കെ നടക്കുവാണ്. അപ്പൊ ഡൽഹി യൂണിവേഴ്സിറ്റി ഇതിന്റെ മെയിൻ ഒരു ഏരിയ ആണ്. അപ്പം അർബൻ ആൻഡ് ഇൻഡസ്ട്രിയൽ സ്റ്റഡീസ് നല്ല രീതി ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ ആളുകൾ ഫോക്കസ് ചെയ്തു. അർബൻ ആൻഡ് ഇൻഡസ്ട്രിയൽ സ്റ്റഡീസ് മാത്രമല്ല, നമ്മുടെ ഭരണശിലാ കേന്ദ്രങ്ങളൊക്കെ അവിടെ ആണല്ലോ. അപ്പോൾ സോഷ്യൽ പ്ലാനിങ്, അതിനെപ്പറ്റിയൊക്കെ കാര്യമായിട്ടുള്ള പഠനങ്ങൾ നടത്തിയതും ഗവേഷണങ്ങൾ നടത്തിയതും ഡൽഹി യൂണിവേഴ്സിറ്റിയിലാണ്. ഇനി പൂനെ നോക്കാം. പൂനെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആദ്യത്തെ ഇതിൽ കാണാത്തൊരു യൂണിവേഴ്സിറ്റിയാണ് അല്ലേ. ആദ്യങ്ങളിൽ നമ്മൾ ലക്നൗ, കൽക്കട്ട, പൂനെ കണ്ടില്ല, ഡൽഹി ഒക്കെ ആയിരുന്നു കണ്ടത്. അപ്പൊ പൂനെ ആ സമയത്ത് അത്ര ഒരു മെട്രോപൊളിറ്റൻ സിറ്റി ആയിട്ട് ഇല്ലെന്ന് നമുക്ക് കണക്കാക്കാൻ വേണം. അപ്പം പൂനെയിലോട്ട് വന്നപ്പോൾ അവർ കുറച്ചും കൂടി റൂറൽ സോഷ്യോളജി പഠിച്ചെന്ന് നമുക്ക് അങ്ങനെ ഓർത്തു വെക്കാം. പൂനെ പിന്നെ വന്നൊരു മേജർ സെന്റർ ആണല്ലോ, അപ്പൊ അവിടെ കൂടുതൽ റൂറൽ സോഷ്യോളജി ഫോക്കസ് ചെയ്യുന്ന പറയാം. അതുപോലെ തന്നെ വില്ലേജ് ഫീൽഡ് വർക്കൊക്കെ കാര്യമായി നടന്നതൊക്കെ പൂനെ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ്. എനിക്ക് തോന്നുന്നത് എം എൻ ശ്രീനിവാസ് പൂനെ യൂണിവേഴ്സിറ്റിയുടെ ഭാഗമായിരുന്നു എന്നാണ് തോന്നുന്നത്. ഓക്കെ, വാട്ടെവർ, വില്ലേജ് ഫീൽഡ് വർക്ക് സ്റ്റഡീസ് ഒക്കെ കൂടുതൽ ഫോക്കസ് നടന്നത് പൂനെ യൂണിവേഴ്സിറ്റിയിലാണ്. ഇനി ബോംബെ യൂണിവേഴ്സിറ്റിയുടെ കാര്യം കൂടി നോക്കാം. ബോംബെ അല്ലേ, ഒരുപാട് ഇൻഡസ്ട്രി നമുക്കറിയാം. ഇവിടുത്തെ സ്റ്റീൽ പ്ലാന്റ്സും മേജർ പോർട്സും എല്ലാം മുംബൈയിലൊക്കെയാണ്. അപ്പൊ അവര് മേജറായിട്ട് ഇൻഡസ്ട്രിയൽ സോഷ്യോളജിയെ പറ്റി പഠിച്ചു, ഇൻഡസ്ട്രിയൽ സ്റ്റഡീസിനെ പറ്റി അവർ പഠനം നടത്തി. അപ്പൊ ഒരുപാട് വർക്കേഴ്സ് അവിടെ കാണുമല്ലോ. അപ്പൊ ലേബർ സ്റ്റഡീസ് നടത്തിയെന്ന് നമുക്ക് പറയാം, ലേബർ സ്റ്റഡീസ്. ഓക്കെ, ഞാനത് ഓർത്തിരിക്കാൻ വേണ്ടി ഒരു ആംഗിളും കൂടി പറയുവാണ്. ബോംബെ വലിയൊരു സെന്റർ ആണ് അല്ലേ, നമ്മുടെ മേജർ പോർട്ടും കാര്യങ്ങളും ഇൻഡസ്ട്രീസും എല്ലാം അവിടെ ആണ് അല്ലേ. അപ്പം
നമ്മുടെ ഇൻഡസ്ട്രിയൽ ക്യാപിറ്റൽ അല്ലേ, അതല്ലേ? യാ. അപ്പം അവിടെ എന്തിനെ ബേസ് ചെയ്തായിരിക്കും പഠനം? അവിടുത്തെ സൊസൈറ്റിയെ ബേസ് ചെയ്ത്. അപ്പൊ അവിടെ എന്താണ്, ഇൻഡസ്ട്രിയൽ സ്റ്റഡീസ് ആണ് കൂടുതലായിട്ട് നടന്നത്. അപ്പൊ ഇൻഡസ്ട്രിയൽ സ്റ്റഡീസ്, ഒരുപാട് തൊഴിലാളികൾ ഉണ്ടെങ്കിൽ അവരെ പറ്റിയും പഠനം, ലേബർ സ്റ്റഡീസ്. അതുപോലെ തന്നെ അർബൻ റിസർച്ച് നടന്നു, അതായത് അർബൻ ഏരിയയിൽ വരുന്ന മാറ്റങ്ങൾ. ഭയങ്കരമായിട്ട് അർബനൈസേഷൻ നടന്നു അവിടെ, സ്ലം ഡെവലപ്മെന്റും എല്ലാം നടന്നപ്പോൾ അർബൻ റിസർച്ചും കൂടി നടന്നു. ഇത് മൂന്നുമാണ് നമുക്ക് യൂണിവേഴ്സിറ്റി ബേസിസിൽ ജസ്റ്റ് ഒന്ന് അറിയാം. ഡൽഹിയിലാവുമ്പോൾ സോഷ്യൽ പ്ലാനിങ് നടന്നു, അർബൻ ആൻഡ് ഇൻഡസ്ട്രിയൽ സ്റ്റഡീസ്. അത് തന്നെ ബോംബെയിലും നടന്നു, അതിന്റെ കൂടൊപ്പം ലേബേഴ്സിനെ പറ്റിയും കൂടി പഠിച്ചു. പൂനെയിലാകുമ്പോൾ റൂറൽ സോഷ്യോളജി, റൂറൽ എന്ന് പറയുമ്പോൾ വില്ലേജ്, ഗ്രാമം ഓർമ്മ വന്നു, അപ്പൊ ഫീൽഡ് വർക്ക്. ഈ രീതി നമുക്ക് ഓർത്ത് വെക്കാലോ. ഇനി ആ കാലഘട്ടങ്ങളിലെ കുറച്ച് തിങ്കേഴ്സിനെയും കൂടി നോക്കാം. AR ദേശായി, പുള്ളി മാർക്സിസ്റ്റ് ചിന്താഗതിക്കാരനാണ്. അപ്പൊ പുള്ളി കുറച്ചും കൂടി മാർക്സിസ്റ്റ് ചിന്താഗതിയല്ലേ, അപ്പൊ അവർ എക്സ്പ്ലോയിറ്റേഷനെ പറ്റിയും മുതലാളി തൊഴിലാളി ബന്ധത്തെ പറ്റിയൊക്കെയാണ് പഠിക്കുന്നത്. അപ്പൊ പുള്ളി പഠിച്ചത് ഇൻഡസ്ട്രിയൽ സോഷ്യോളജി എന്ന് പറയാം. ഇൻഡസ്ട്രിയൽ സോഷ്യോളജി അല്ലെ, തൊഴിലാളി മുതലാളി ബന്ധം. ഇവിടുത്തെ തൊഴിലാളി മുതലാളി ബന്ധമാണ് പുള്ളിക്കാരൻ കൂടുതൽ ഡിസ്കസ് ചെയ്തത്. അതുപോലെ സാമൂഹിക മാറ്റം, ഇൻ ജനറൽ സോഷ്യൽ ചേഞ്ചിനെ പറ്റി പുള്ളിക്കാരൻ പഠിച്ചു, AR ദേശായി. ഇന്ന് നമുക്ക് DP മുഖർജിയെ പറ്റി പഠിക്കാം. DP മുഖർജി പുള്ളി പഠിച്ചത് കൾച്ചറൽ ഇന്റർപ്രിട്ടേഷൻ ഓഫ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. അതായത് നമ്മുടെ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടല്ലോ, ഡിഫറെന്റ് ഓഫ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുമ്പോൾ ഒന്ന് എഴുതി തരട്ടെ. സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, വേരിയസ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഫാമിലി, എഡ്യൂക്കേഷൻ, റിലീജിയൻ, എക്കണോമി വരും. ഓക്കെ, ഇതിനെ പറ്റിയൊക്കെയുള്ള എന്താണ് കാര്യമായിട്ടുള്ള ഫാമിലി, ഇതുപോലുള്ള എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടല്ലോ, സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, അവർ കൾച്ചറുമായിട്ട് എത്രത്തോളം ലിങ്ക് ചെയ്യുന്നുണ്ടെന്നാണ് പഠിച്ചത്. അതായത് ഫാമിലി എങ്ങനെ കൾച്ചറിനെ അഫക്ട് ചെയ്യുന്നു, അതുപോലെ തിരിച്ചും കൾച്ചർ എങ്ങനെ ഫാമിലി അഫക്ട് ചെയ്യുന്നു, റിലീജിയൻ എങ്ങനെ ഒരു കൾച്ചറിന് കാരണമാകുന്നു. ഓക്കെ, അതുപോലെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന് കൾച്ചറിൽ എന്തെങ്കിലും പ്രാധാന്യമുണ്ടോ? എക്കണോമി, ഒരു നാട്ടിലെ എക്കണോമി ആ നാട്ടിലെ കൾച്ചറുമായിട്ട് ഭയങ്കരമായിട്ട് ഡിപ്പെൻഡ് ആണല്ലോ, അല്ലേ? അവിടുത്തെ കൃഷിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും അവിടുത്തെ എക്കണോമി. അപ്പൊ അതും കൾച്ചറുമായിട്ടുള്ള ഡിപ്പെൻഡൻസ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് കൾച്ചറൽ ഇന്റർപ്രിട്ടേഷൻ ഓഫ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് DP മുഖർജി ഫോക്കസ് ചെയ്തത്. ഓക്കെ, അതിനെ ഒന്ന് കൾച്ചറലി ഇന്റർപ്രറ്റ് ചെയ്യാൻ ശ്രമിച്ചു DP മുഖർജി. ഓക്കെ, കൺഫ്യൂഷൻ ഇല്ലല്ലോ അവിടെ. ഇനി അടുത്തതായി ആൻഡ്രൂ ബെറ്റലെ. ഇല്ലേ, TIELLE ആണെന്ന് തോന്നുന്നു സ്പെല്ലിംഗ്. ഒന്ന് സ്പെല്ലിംഗ് തെറ്റാണ് എന്ന് കമന്റ് സെക്ഷനിൽ കറക്റ്റ് ചെയ്യണേ. ഓക്കെ, സോ DP മുഖർജി പുള്ളിക്കാരൻ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷനെ പറ്റി, അല്ലെ, ഇപ്പോഴുള്ള ഇന്നിക്വാലിറ്റിയെ പറ്റിയും സ്ട്രാറ്റിഫിക്കേഷനെ പറ്റിയൊക്കെയാണ് കാര്യമായി പഠനം നടത്തിയത്. അതുപോലെ സോഷ്യൽ ചേഞ്ച് അല്ലെങ്കിൽ കാസ്റ്റ് ക്ലാസ് റിലേഷൻഷിപ്പ്, അതായത് കാസ്റ്റും ക്ലാസും തമ്മിലുള്ള ബന്ധം. ചിലയിടങ്ങളിൽ അപ്പർ കാസ്റ്റ് തന്നെ ആയിരിക്കും അപ്പർ ക്ലാസ്, ചിലയിടങ്ങളിൽ ലോവർ ക്ലാസ് തന്നെ ആയിരിക്കും ലോവർ കാസ്റ്റ്. അങ്ങനെയുള്ള ലിങ്കേജ് ഉണ്ട്, അങ്ങനെ അല്ലാത്ത ലിങ്കേജും വരുന്നുണ്ട്. അപ്പൊ പുള്ളിയുടെ വില്ലേജ് സ്റ്റഡീസ് ഒക്കെ വഴി ആ രീതിയിലുള്ള ഒരു ബന്ധമാണ് പഠിക്കാൻ ശ്രമിച്ചത്. അപ്പൊ നമ്മളിപ്പം കുറച്ച് തിങ്കേഴ്സിനെ, ആ കാലഘട്ടത്തിലെ തിങ്കേഴ്സിനെയും കൂടി കൊണ്ടുവരുമായിരുന്നു. 1950s 60s പറഞ്ഞിട്ട് 55 60siലേക്ക് മേജർ തിങ്കേഴ്സിന്റെ കാര്യം പറയുക. അപ്പൊ ഫീൽഡ് വർക്ക് കൂടി ഭയങ്കരമായിട്ട് എംപിരിക്കൽ അപ്രോച്ച് വരുവാണ്. അപ്പൊ ആൻഡ്രൂ ബെറ്റലെ, MN ശ്രീനിവാസനെ കൊണ്ടുവരാം. ഓക്കെ, പിന്നെ ആരാ നമ്മളിപ്പോ പഠിച്ചത്? DP മുഖർജി. പിന്നെ ആദ്യം പഠിച്ച ആരാണ്? ആദ്യം പഠിച്ച AR ദേശായി, മാർക്സിസ്റ്റ് സ്കോളറായ AR ദേശായി. അപ്പൊ അവരൊക്കെ എന്ത് ഫോക്കസ് ചെയ്യുന്നതും കൂടി മനസ്സിലാക്കണം. അപ്പൊ AR ദേശായി മാർക്സിസ്റ്റ് ആണെന്ന് അറിയാം. അപ്പൊ പുള്ളിക്കാരൻ ഇൻഡസ്ട്രിയൽ സോഷ്യോളജിയെ പറ്റി പഠിച്ചു. DP മുഖർജി പുള്ളി കൾച്ചറൽ ഇന്റർപ്രിട്ടേഷൻ ആയിരുന്നു. ഓക്കെ, ആൻഡ്രൂ ബെറ്റലെ, നമ്മൾ ഇനി ഒരുപാട് നേരം കാസ്റ്റ് ഒക്കെ പഠിക്കുമ്പോൾ നമ്മൾ ആൻഡ്രൂ ബെറ്റലെ പറ്റി പഠിക്കും. അപ്പം നമ്മുടെ മനസ്സിൽ സ്വമേധയാ ആൻഡ്രൂ ബെറ്റലെ പറയുമ്പോൾ കാസ്റ്റ് ക്ലാസ് റിലേഷൻഷിപ്പ് നമുക്ക് എന്തായാലും ഓർമ്മ വരും. അപ്പൊ കാസ്റ്റ് ക്ലാസ് എന്ന് പറയുമ്പോൾ ഒരു ഇന്നിക്വാലിറ്റി ആണല്ലോ, ഇന്നിക്വാലിറ്റി അല്ലെങ്കിൽ ശ്രേണി തിരിച്ചുകൊണ്ടുള്ള ഒരു ഇന്നിക്വാലിറ്റി, സ്ട്രാറ്റിഫിക്കേഷൻ. അപ്പോൾ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ കൂടി നമ്മൾ ഓർത്താൽ മതി. അപ്പൊ അധികം സ്ട്രെസ് ചെയ്യണ്ട, നിങ്ങൾ നോട്ടിൽ ഇത് എഴുതി വെച്ചോ. അതിന്റെ ആൻസർ ഞാൻ ഇനിയിപ്പോൾ ഡിസ്കസ് ചെയ്യാം, ഇതെല്ലാം വെച്ചുള്ള ആൻസർ ഞാൻ ഡിസ്കസ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി ഐഡിയ കിട്ടും. ഇത് പഠിച്ചു വരാന്നേ ഉള്ളൂ. ഓക്കെ, ഇനി ഇവിടെ ഈ കാലഘട്ടങ്ങളിലുണ്ടായ മേജർ ആയിട്ടുള്ള മെത്തഡോളജിക്കൽ മാറ്റങ്ങൾ. മെത്തഡോളജിക്കൽ മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ചുമ്മാ ഒന്നും കൂടി ഇതുവരെ പറഞ്ഞതൊക്കെ തന്നെയാണ്, അതിനൊരു ഹെഡിങ് കൊടുത്ത് നമുക്ക് മാറ്റാം. മെത്തഡോളജിക്കൽ മാറ്റം, ടെക്സ്റ്റൽ എലൈറ്റിസ്റ്റ് അപ്രോച്ചിൽ നിന്ന് മാറി, അല്ലെ, എലൈറ്റിസ്റ്റ് ബ്രാഹ്മിൻസിന്റെ പുസ്തകങ്ങളൊക്കെ പഠിച്ച് അവരെ പറ്റി തന്നെ പറയുന്നതിന് പകരം നമ്മൾ മൊത്തത്തിൽ ഇറങ്ങി ആൾക്കാരുടെ അടുത്ത് പോയി ഫീൽഡ് വർക്ക് സ്റ്റഡീസ് നടത്തി, അല്ലേ? കുറച്ചുകൂടി ഇൻക്ലൂസീവായി, നമ്മുടെ കുറച്ചും കൂടി ഇൻക്ലൂസീവായി. മൊത്തത്തിൽ ഇൻക്ലൂസീവ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഇൻക്ലൂസീവ് ആയി തുടങ്ങി.
ഓക്കെ, ഫീൽഡ് വർക്ക് തുടങ്ങി, എംപിരിക്കൽ റിസർച്ച് തുടങ്ങി, ഡേറ്റാബേസിൽ നമ്മൾ റിസർച്ച് നടത്തുന്നു തുടങ്ങി. ഓക്കെ, അതുപോലെ വേറെന്ത് പറ്റി? ക്വാണ്ടിറ്റേറ്റീവ് സർവേസ് വന്നു. ക്വാണ്ടിറ്റേറ്റീവ് സർവേസ് ആകുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ എംപിരിക്കൽ റിസർച്ച് തന്നെ, അതായത് ഡേറ്റാ ബേസിസിൽ അനാലിസിസ് ചെയ്യാൻ വേണ്ടിയുള്ള സർവേസും കാര്യങ്ങളും നടത്തി തുടങ്ങി. അതിന് ഉദാഹരണമാണ് നമ്മുടെ സെൻസസ് ഒക്കെ ആ രീതിയിൽ നടത്തിയെന്ന് പറയാം. അതിനു മുമ്പേ ഉണ്ട് സെൻസസ്, ബട്ട് സോഷ്യോ എക്കണോമിക് ആ സെൻസസും പരിപാടിയൊക്കെ നമുക്കിവിടെ കോട്ട് ചെയ്യാം. ഓക്കെ, അതുപോലെ ഇന്റർവ്യൂസ്, ഭയങ്കര സ്ട്രക്ചേർഡ് ആയിട്ട് ഇന്റർവ്യൂസ് നടത്തി തുടങ്ങി. സ്ട്രക്ചേർഡ് ഇന്റർവ്യൂസ് ആ കാലഘട്ടത്തിലുണ്ടായ മെത്തോളജിക്കൽ മാറ്റങ്ങളാണ്. പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ, അതായത് ഫീൽഡ് വർക്കിൽ പോയി നിന്ന് അവിടുത്തെ ആൾക്കാരെ ഒബ്സർവ് ചെയ്യല്ലോ, അപ്പൊ അതിനേക്കുള്ള ഒരു കീവേഡാണ് പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ. ഇന്റർ ഡിസിപ്ലിനറി അപ്രോച്ചസ്, അതായത് ഇപ്പം നമുക്കറിയാം ഇന്റർ ഡിസിപ്ലിനറി അപ്രോച്ചസ്. നേരത്തെ നമ്മൾ എക്കണോമിയുടെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞു, എന്താണ് എക്കണോമി അവിടുത്തെ സൊസൈറ്റിയെ അല്ലെങ്കിൽ സോഷ്യൽ കൾച്ചറിനെയൊക്കെ ഭയങ്കരമായിട്ട് ബാധിക്കുന്നു, അല്ലെങ്കിൽ അതിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും അവിടുത്തെ എക്കണോമി. അപ്പൊ നമുക്ക് എക്കണോമിയും സോഷ്യോളജിയും കൂടി ഒന്നിച്ച് പഠിച്ചൂടെ? എക്കണോമി എന്ന് പറഞ്ഞ സബ്ജക്റ്റും സോഷ്യോളജി ആയിട്ട് ഒരു ലിങ്കേജ് ഇല്ലേ? സോഷ്യോളജിയും പൊളിറ്റിക്സ് അല്ലെങ്കിൽ അവിടുത്തെ ഭരണാധികാരം അതിനെപ്പറ്റി ഒരു ലിങ്കേജ് ഇല്ലേ? അപ്പൊ അതിനെപ്പറ്റിയൊക്കെ സോഷ്യോളജിക്കാരും മറ്റ് ഫീൽഡുകാരും പഠിച്ചു തുടങ്ങി. പിന്നെന്ത് പറയാം, സോഷ്യോളജി ആന്ത്രപ്പോളജി ഭയങ്കരമായിട്ട് കോൺസൈഡ് ചെയ്യുന്നു. ഇപ്പൊ ആന്ത്രപ്പോളജി ഒക്കെ പഠിച്ചവർക്കറിയാം സോഷ്യൽ ആന്ത്രപ്പോളജി എന്ന് പറഞ്ഞൊരു മേഖല തന്നെ ഉണ്ട്. നമ്മുടെ ഫേമസ് സാപ്പിയൻസ് എന്ന് പറഞ്ഞൊരു ബുക്കൊക്കെ ഉണ്ട്, യുവൽ നോഹ ഹരാരി എഴുതിയ. അതൊക്കെ വായിച്ചിട്ടില്ലേ? മസ്റ്റ് ആയിട്ട് വായിക്കണം. സോഷ്യോളജിക്ക് ഉപകാരപ്പെടുന്നില്ല, നിങ്ങളൊരു ഭയങ്കരമായിട്ടൊരു നല്ല വ്യക്തിത്വം ആക്കി മാറ്റാൻ സാധിക്കാൻ ഹെൽപ്പുള്ള ഒരു ബുക്കാണ് സാപ്പിയൻസ്. നമ്മളെ പെർസ്പെക്റ്റീവ് തന്നെ മാറ്റും. അതൊക്കെ ഈ സോഷ്യൽ ആന്ത്രപ്പോളജി ആ ഒരു കോൺസെപ്റ്റിൽ കിടക്കുന്ന കാര്യം. അപ്പൊ ഇങ്ങനെ ഇന്റർ ഡിസിപ്ലിനറി അപ്രോച്ചസ് വന്നു. അതായത് സോഷ്യോളജി മാത്രമായിട്ട് പഠിക്കാതെ മറ്റ് സബ്ജക്ട്സും മറ്റ് അക്കാഡമിക് ഡിസിപ്ലിൻസും ആയിട്ടുള്ള ലിങ്കേജസ് വഴി ആ രീതിയിലുള്ള പഠനങ്ങൾ കാര്യമായി നടന്നത് 1950-60s ഓക്കെ, ഇനി നമുക്ക് മേജറായിട്ട് പറയാം അപ്ലൈഡ് റിസർച്ച് നടത്തി, അതായത് ആപ്ലിക്കേഷൻ ലെവലിൽ റിസർച്ച് നടത്തി. അപ്ലൈഡ് റിസർച്ച് നടത്തി. അപ്പൊ ഇവിടെ വരുന്ന കാര്യങ്ങളാണ് പ്ലാനിങ്, സോഷ്യൽ വെൽഫെയർ, റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാംസ്, റൂറൽ ഡെവലപ്മെന്റൽ പ്രോഗ്രാംസ്. ഇതിനെ പറ്റിയൊക്കെയുള്ള പഠനങ്ങളും റിസർച്ചുകളും നടത്തി ഈ കൊല്ലം. അപ്പൊ മെത്തോഡിക്കൽ അപ്രോച്ച് എന്തൊക്കെ നടന്നു? ടെക്സ്റ്റൽ എലൈറ്റിസ്റ്റിൽ നിന്ന് ഫീൽഡ് വർക്ക് ആൻഡ് ഇൻക്ലൂസീവ് ആൻഡ് എംപെരിക്കൽ റിസർച്ച് നടന്നു തുടങ്ങി. അതിന്റെ ഭാഗമായി ക്വാണ്ടിറ്റേറ്റീവ് സർവേസ്, ഡേറ്റാബേസിൽ ക്വാണ്ടിറ്റേറ്റീവ് സർവേസ്, സ്ട്രക്ചേർഡ് ഇന്റർവ്യൂസ്, പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ നടന്നു തുടങ്ങി. അതുപോലെ ഇന്റർ ഡിസിപ്ലിനറി അപ്രോച്ചസ്, സോഷ്യൽ ആന്ത്രപ്പോളജി, സോഷ്യോളജി ആൻഡ് പൊളിറ്റി, ഇതുപോലുള്ള കാര്യങ്ങൾ കൂടുതൽ ഫോക്കസ് തുടങ്ങി. അപ്ലൈഡ് റിസർച്ച് നടത്തി, അതായത് ആപ്ലിക്കേഷൻ ലെവൽ സോഷ്യൽ വെൽഫെയറിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം പറ്റുമെന്നുള്ള പഠനങ്ങളൊക്കെ നമ്മൾ സോഷ്യോളജി തന്നെ പഠിച്ചു തുടങ്ങി. ഓക്കെ, ഇനി ഇതിന്റെ ക്രിറ്റിസിസം നോക്കാം, ഈ കാലഘട്ടത്തിലെ പോരായ്മ. ഓക്കെ, അങ്ങനെ ഒരു ഡയമെൻഷൻ കൊണ്ട് കൊടുക്കുമ്പോഴേ നമ്മുടെ ആൻസർ സോഷ്യോളജിക്കലാവും. കളർ മാറി, സോഷ്യോളജിക്കലാവും. കാരണം സോഷ്യോളജി എന്ന് പറഞ്ഞാൽ പേഴ്സ്പെക്റ്റീവ്സിന്റെ കളിയാണ്. നമ്മൾ പരമാവധി പേഴ്സ്പെക്റ്റീവ്സ് കൊണ്ടുവരും. പേഴ്സ്പെക്റ്റീവ്സ് എങ്ങനെ? അതിനെ നമ്മൾ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ന്യൂട്രലായിട്ടും കാണാൻ ശ്രമിക്കും. അങ്ങനെ അപ്പൊ നമ്മൾ എന്തൊക്കെയാണെന്ന് ന്യൂട്രലായിട്ട് പഠിച്ചു, അതിന്റെ കുറച്ച് പോസിറ്റീവ്സ് എന്ന രീതിയിൽ ഫീൽഡ് വർക്ക് എംപിരിസിസത്തിൽ നിന്നുള്ള മാറ്റങ്ങൾ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കണ്ടു തുടങ്ങി അല്ലേ. കുറച്ചും കൂടി മെട്രോപൊളിറ്റൻ സിറ്റീസ് എന്നൊക്കെ ഇറങ്ങി കുറച്ചും കൂടി ഒന്ന് റൂറലൈസേഷൻ ഒക്കെ നടന്നു തുടങ്ങി എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇപ്പൊ കണ്ടു അല്ലേ. അപ്പൊ ക്രിറ്റിസിസം നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെ അൺഈവൻ എക്സ്പാൻഷൻ ആയിരുന്നു. അതായത് മെട്രോപൊളിറ്റൻ സിറ്റീസിൽ തന്നെയാണ് മേജർ സാധനങ്ങളെല്ലാം ഇരുന്നത്, മറ്റേലോട്ടുള്ള മാറ്റം ജസ്റ്റ് തുടങ്ങിയിട്ടേ ഉള്ളായിരുന്നു. ഓക്കെ, അതുപോലെ സ്മാളർ യൂണിവേഴ്സിറ്റീസിനെയൊക്കെ ഉപേക്ഷിച്ചു. അതായത് അവരെയൊന്നും അധികം മൈൻഡ് ആക്കിയില്ല. സ്മാളർ യൂണിവേഴ്സിറ്റീസ് അവരെയൊക്കെ അധികം മൈൻഡ് ആക്കിയില്ല. പിന്നെ നമുക്ക് എന്ത് പറയാം, വുമൺ, ട്രൈബൽ ഇഷ്യൂസ് ഒന്നും അധികം ചർച്ച ചെയ്തില്ല. അതർ ഡിസഡ്വാൻറ്റേജ് ഗ്രൂപ്പ്സ്, അത് ഈ ലോവർ കാസ്റ്റിന്റെ വരും, LGBTQ കമ്മ്യൂണിറ്റീസ് വരും,
ഡിസേബിൾഡ് പീപ്പിൾ വരും. അങ്ങനെയുള്ള അവരെയൊക്കെ പറ്റിയൊന്നും പഠിക്കാതെ അവരെ മാർജിനലൈസ് ചെയ്തു, അവരെ അങ്ങ് ഒതുക്കി വെച്ചു, കണ്ടില്ലെന്നും നടിച്ചു. അവരെ റിസർച്ചിലൊന്നും അവരെ അധികം ഫോക്കസ് ചെയ്തില്ല. ഇതൊരു പോരായ്മയായിരുന്നു. ഓക്കെ, അപ്പൊ ഇതിന് പകരം ഇവരെന്താ ചെയ്തത്? ഇവരെ ഒന്നും ഫോക്കസ് ചെയ്ത ഓവർ ഫോക്കസ് ഓൺ ആരാ? എലൈറ്റ് ആണോ? മിഡിൽ ക്ലാസ്. കാരണം ആ സമയത്ത് വളർന്നു വന്നത് ഈ മിഡിൽ ക്ലാസ് ആയിരുന്നു. അപ്പൊ അവരെ പറ്റിയുള്ള പഠനങ്ങളായിരുന്നു കൂടുതൽ. എലൈറ്റ് പീപ്പിളിനെ പറ്റി ഓൾറെഡി പഠിച്ചു, പിന്നെ ഇപ്പൊ അവരെല്ലാം കൂടി ഇൻഡസ്ട്രി ഇട്ടിരിക്കുക. അപ്പൊ ഇൻഡസ്ട്രിയൽ പഠനവും നടക്കുന്നുണ്ട്. അതുകൂടാതെ ഈ മിഡിൽ ക്ലാസ്സിനെ പറ്റിയായിരുന്നു ഭയങ്കരമായിട്ട് നടന്നത്. അതുപോലെ തന്നെ വില്ലേജസിനെ പറ്റി ഭയങ്കര ഓവറായിട്ട് ഫോക്കസ് ചെയ്യുന്ന പറയാം. അത് ഒരേ സമയം പോസിറ്റീവും നെഗറ്റീവ് ആണ്. എന്നാലും മിഡിൽ ക്ലാസ്സിനെ പറ്റി ഓവർ ഫോക്കസ് ചെയ്തെന്ന് നമുക്ക് ക്രിറ്റിസിസമായിട്ട് പറയാം. ഓക്കെ, അത്രേ ഉള്ളായിരുന്നു 1950 60s ഡെവലപ്പ്. നമുക്ക് ഇതിന്ന് കൺക്ലൂഡ് ചെയ്യാൻ നമുക്ക് എന്ത് പറയാം അല്ലേ? കൺക്ലൂഷനിൽ നമുക്ക് പറയാൻ പറ്റിയ പോയിന്റ്സ് ആണ് ഇതെല്ലാം കൂടി പറയാം. ജസ്റ്റ് ഒന്ന് ആലോചിക്കുക. അതായത് കൊളോണിയൽ ലെഗസി ആയിരുന്നു, അതിൽ നിന്നൊരു ഇന്ത്യൻ അപ്രോച്ച് വന്നെന്ന് പറയാം അല്ലേ? അത് കുറച്ചുകൂടി റിസർച്ച് ഓറിയന്റഡ് ആയിട്ട് എംപിരിക്കൽ അപ്രോച്ച് വന്നെന്ന് പറയാം. കൊളോണിയൽ ടു റിസർച്ച് ഓറിയന്റഡ് ഇന്ത്യൻ അപ്രോച്ച്, വന്നെന്ന് പറയാം. സയന്റിഫിക് ആയി ടെക്സ്റ്റൽ അപ്രോച്ച് മാറി, ടെക്സ്റ്റൽ അപ്രോച്ചിൽ നിന്ന് ഒക്കെ ഇങ്ങനെ ഇങ്ങോട്ട് വന്നെന്ന് പറയാം. പിന്നെന്ത് പറ്റി? ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്രോളിഫറേഷൻ അല്ലേ? ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വന്നു. അതിനെ നമുക്ക് ഇംഗ്ലീഷിൽ സ്റ്റൈലായിട്ട് എഴുതുമ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്രോളിഫറേഷൻ എന്ന് പറയാം. ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്രോളിഫറേഷൻ. ഇനി എന്ത് പറ്റി? അവിടെ കരിക്കുലം ഇന്നോവേഷൻ പറയാം. അത് കരിക്കുലം അല്ലേ? കരിക്കുലം മാറി മറിഞ്ഞു വന്നു. ആദ്യത്തെ നമ്മൾ എന്തായിരുന്നു പഠിച്ചത്? ജസ്റ്റ് ടെക്സ്റ്റൽ അപ്രോച്ച് ഒക്കെ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പം പിന്നീട് നമ്മൾ എന്ത് പറ്റി? എംപിരിക്കൽ അപ്രോച്ചസിൽ ഫീൽഡ് വർക്ക് സ്റ്റഡീസും കാര്യങ്ങളൊക്കെ പഠിച്ചു. അതുകൊണ്ട് അത് കരിക്കുലത്തിലും അതിനെ ബാധിച്ചു. കരിക്കുലത്തിൽ വലിയൊരു മാറ്റം വന്നു. അപ്പം നമുക്ക് അവിടെ എന്തെഴുതാം? എംപിരിക്കൽ ഫീൽഡ് വർക്ക് വന്നു എന്നെഴുതാം. ആ രീതിയിലൊക്കെ നമുക്ക് എഴുതി കൺക്ലൂഡ് ചെയ്യാം. ഇതുവഴി എന്താണ് ഉദ്ദേശിച്ചത്? നമുക്കിനി ഉള്ള കാലഘട്ടത്തിലുള്ള സോഷ്യോളജി ഡെവലപ്മെന്റിന് വേണ്ടി ഭയങ്കരമായിട്ടുള്ള ഇന്റലക്ച്വൽ, ഇൻസ്റ്റിറ്റ്യൂഷണൽ, മെത്തഡോളജിക്കൽ ഫൗണ്ടേഷൻ വന്നു. അതായത് laid the foundation for the intellectual, methodological, institutional framework. ഓക്കെ, ഇതിനൊരു വലിയ അടിത്തറ ഇട്ടു. ഇപ്പൊ 1970s നമുക്ക് നോക്കുമ്പോൾ വലിയൊരു മാറ്റം നമുക്ക് വിറ്റ്നസ് ചെയ്യാൻ പറ്റും. അതിന്റെ മെയിൻ ഉത്തരവാദി ഈ കാലഘട്ടത്തിൽ നടന്ന മേജർ ചേഞ്ചസ് ആണ്. ഇൻസ്റ്റിറ്റ്യൂഷൻസ് വന്നു, ഫണ്ട് കിട്ടി അല്ലെ? UGC ഫണ്ട് കൊടുത്തും ഫെലോഷിപ്പ് ഒക്കെ കൊടുത്ത് ആൾക്കാരെ വളർത്തിക്കൊണ്ട് വരുന്നുണ്ടായിരുന്നു. അപ്പൊ അവരുടെ ആ ഒരു ഇമ്പാക്ട് ആണ് നമ്മൾ ഇനി 1970s എന്ത് സംഭവിച്ചെന്നുള്ള രീതി പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഓക്കെ അല്ലേ? നമുക്കപ്പം അത് വെച്ച് നമ്മൾ എഴുതിയ ആൻസർ ഒന്ന് പെട്ടെന്ന് നോക്കാം. സോ ഈ പോയിന്റ്സ് ഒക്കെ ഉപയോഗിച്ച് എഴുതിയ ആൻസർ. ഡിസ്കസ് ദ ട്രജക്ടറി ഓഫ് എക്സ്പാൻഷൻ ഓഫ് സോഷ്യോളജിക്കൽ ടീച്ചിങ് ആൻഡ് റിസർച്ച് ഇൻ 1950s 60s. അപ്പം 1950s and 60s mark a pivotal institutionalization and expansion of sociology. In the post-independence era, rapid socio-economic and political transformation demanded systematic understanding of Indian society. അല്ലേ? റാപ്പിഡ് സോഷ്യൽ എക്കണോമിക് പൊളിറ്റിക്കൽ ചേഞ്ചസ് വന്നപ്പോൾ ഒരുപാട് മാറ്റങ്ങളുണ്ടായി. അതിനെപ്പറ്റി ഇന്ത്യൻ സൊസൈറ്റിയെ പറ്റി നമുക്ക് പഠിക്കേണ്ട ഒരു ആവശ്യകത വന്നു. അപ്പോൾ സോഷ്യോളജി എവോൾവ് ഫ്രം എ കൊളോണിയൽ ടെക്സ്റ്റൽ ട്രഡീഷനിൽ നിന്ന് ഒരു ഡിസിപ്ലിൻ എംഫസൈസിങ് എംപിരിക്കൽ റിസർച്ച്, അപ്ലൈഡ് നോളജ്, പോളിസി റിലവൻസ് ഒക്കെ ആയിട്ട് വളർന്നു വന്നു. The period witnessed the creation of new departments, methodological innovation, integration of sociology into national development planning. ഇങ്ങനെയുള്ള രീതിയിലൊക്കെ സോഷ്യോളജി വളർന്നു വന്നു. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 1950 to mid 50s, അതായത് 1955 വരെയുള്ള കാര്യങ്ങൾ മാത്രം നോക്കുമ്പോൾ മേജർ യൂണിവേഴ്സിറ്റീസിൽ കൺസോൾട്ടേറ്റ് ചെയ്ത് ഡൽഹി, ബോംബെ, കൽക്കട്ട, ലക്നൗ. അവിടെ ഇൻഡോളജി, ഓറിയന്റലിസ്റ്റ് നമ്മൾ പഠിച്ചു. കരിക്കുലം എംഫസൈസ് ക്ലാസിക്കൽ സോഷ്യോളജിക്കൽ തിയറീസ്, textual analysis, social philosophy with limited fieldwork. Okay, University Grant Commission provided funding, fellowship, guidance for departmental expansion. Okay, All India Social Conference അല്ലെങ്കിൽ later Indian Sociological Society തുടങ്ങി. ഓക്കെ, ഇനി നമ്മൾ ലേറ്റർ ഫേസിൽ എന്ത് നടന്നു? റാപ്പിഡ് പ്രോളിഫറേഷൻ ഓഫ് ഡിപ്പാർട്ട്മെന്റ്സ് ബിയോണ്ട് മെട്രോപൊളിറ്റൻ സിറ്റീസ്. പൂനെ, പാറ്റ്ന, ഗുജറാത്ത്, ബനാറസ് അവിടങ്ങളിലൊക്കെ ഭയങ്കരമായിട്ട് എക്സ്പാൻഷൻ നടന്നു.
എംപിരിക്കൽ മെത്തേഡ്സ്, സർവേസ്, പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ, വില്ലേജ് സ്റ്റഡീസ് ഒക്കെ തുടങ്ങി. റൂറൽ സോഷ്യോളജി, അർബൻ സ്റ്റഡീസ്, ഇൻഡസ്ട്രിയൽ സോഷ്യോളജി, എഡ്യൂക്കേഷൻ, സോഷ്യൽ ചേഞ്ചിനെ പറ്റിയൊക്കെ ഭയങ്കരമായിട്ട് പഠിക്കുകയും ഇതിൻ്റെയൊക്കെ ഒരു റിഫ്ലക്ഷൻ നമ്മുടെ 5 ഇയർ പ്ലാൻസ്, ഗവൺമെന്റിന്റെ 5 ഇയർ പ്ലാൻസ് ഉണ്ടല്ലോ അതിൽ കണ്ടു തുടങ്ങുകയും ചെയ്തു. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ കീ യൂണിവേഴ്സിറ്റീസ് അവിടെ ഫോക്കസ് ചെയ്ത കാര്യങ്ങൾ. ഡൽഹി യൂണിവേഴ്സിറ്റി ഓർത്തിരിക്കേണ്ട കാര്യം പറഞ്ഞു അല്ലേ? പ്ലാനിങ്, സോഷ്യൽ പ്ലാനിങ്ങിനെ പറ്റിയുള്ള സ്റ്റഡീസ്, അർബൻ ആൻഡ് ഇൻഡസ്ട്രിയൽ സോഷ്യോളജി. പൂനെയിൽ എന്താണ് റൂറൽ സോഷ്യോളജി ഫീൽഡ് വർക്ക്. എം എൻ ശ്രീനിവാസനെ പറ്റി ഇൻസ്പയർഡ് ആയെന്നാണ് ഞാൻ അത് പറഞ്ഞപ്പം പുള്ളി അവിടാണോ ചെയ്തതെന്ന് എനിക്കൊരു സംശയം ഞാൻ പ്രകടിപ്പിച്ചു. പക്ഷെ അല്ല, അത് പുള്ളി അതിന് മുമ്പ് ചെയ്തതാണ്. ഓക്കെ, ബോംബെ യൂണിവേഴ്സിറ്റി ഇൻഡസ്ട്രിയലൈസേഷൻ, ലേബർ സ്റ്റഡീസ്. ഓക്കെ, അതർ സ്കോളേഴ്സ് നോക്കുമ്പോൾ എ ആർ ദേശായി, ദീപി മുഖർജി, ആൻഡ്രെ ബെത്ലെ അവരൊക്കെ ഫോക്കസ് ചെയ്ത കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു തരും. ഓക്കെ, നിങ്ങൾ ഈ നോട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് പഠിക്കണേ. നമ്മൾ നേരത്തെ ആദ്യത്തെ എക്സ്പ്ലനേഷൻ ചെയ്ത കാര്യം സെന്റൻസ് ഫോർമാറ്റ് എങ്ങനെ എഴുതിയെന്നാണ് നമ്മൾ കാണുന്നത്. ഓക്കെ, അത് നിങ്ങൾ പോസ് ചെയ്തൊന്ന് വായിക്കുക. മെത്തഡോളജിക്കൽ ഇന്നോവേഷൻ, ട്രാൻസിഷൻ ഫ്രം ടെക്സ്റ്റൽ ആൻഡ് എലൈറ്റ് സ്റ്റഡീസ് ടു ഫീൽഡ് ബേസ്ഡ് എംപിരിക്കൽ സ്റ്റഡീസ്. ക്വാണ്ടിറ്റേറ്റീവ് സർവേ, സ്ട്രക്ചേർഡ് ഇന്റർവ്യൂസ്, പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ വന്നു. സോഷ്യോളജി എക്കണോമി ആയിട്ടും ആന്ത്രപ്പോളജി ആയിട്ടും പൊളിറ്റിക്കൽ സയൻസുമായിട്ടൊക്കെ നമ്മൾ ഒരു ഇന്റർ ഡിസിപ്ലിനറി അപ്രോച്ച് കൊണ്ടുവന്നു, ഇത് ഇന്റഗ്രേറ്റ് ചെയ്യുന്ന വഴി. അപ്ലൈഡ് റിസർച്ച് വന്നു അല്ലേ? അപ്ലൈഡ് റിസർച്ച് ആ കീവേഡൊക്കെ പഠിച്ചു വെച്ചോ, നോട്ടിൽ എഴുതണം, ആൻസറിലും എഴുതണം, നോട്ടിൽ മാത്രം പോരാ. അപ്ലൈഡ് റിസർച്ച്, ലിങ്ക്ഡ്, പ്ലാനിങ്, സോഷ്യൽ വെൽഫെയർ, റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം ഇത് വന്നു. ക്രിറ്റിസിസം എഴുതുമ്പോൾ അൺഈവൻ ആയിരുന്നു അല്ലേ? എക്സ്പാൻഷൻ അൺഈവൻ ആയിരുന്നു. മേജർ യൂണിവേഴ്സിറ്റീസിലൊക്കെ അർബൻ ഏരിയയിലെ മേജർ യൂണിവേഴ്സിറ്റീസ് നോക്കുകയും സ്മാൾ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് അധികം വളരാൻ സമ്മതിച്ചതുമില്ല. ഫോക്കസ് ചെയ്യാൻ പറ്റിയില്ല ഒബ്വിയസ്ലി, അത് നമുക്കൊരു തെറ്റായിട്ട് പറയാം, അറിയാം. കാലഘട്ടം വെച്ച് നമ്മൾ ചെയ്യാവുന്ന ബെസ്റ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട്. എന്നാൽ പിന്നെ വില്ലേജ് സ്റ്റഡീസ്, മിഡിൽ ക്ലാസ് അർബൻ പോപ്പുലേഷനിലേക്ക് പറ്റിയാണ് കൂടുതൽ ഫോക്കസ് ചെയ്തത്. പിന്നെ അക്കാഡമിക് ഇൻഫ്രാസ്ട്രക്ചർ, പ്രൊഫഷണൽ നെറ്റ്വർക്ക് ആൻഡ് ഓക്കെ ഒന്ന് വായിക്കട്ടെ. ഡിസ്പൈറ്റ് ദിസ് ഗ്യാപ് ദ പീരീഡ് എസ്റ്റാബ്ലിഷ് റോബസ്റ്റ് അക്കാഡമിക് ഇൻഫ്രാസ്ട്രക്ചർ. ഓക്കെ, നമ്മൾ അവിടെ ഒരു പോയിന്റ് ആയിട്ട് പറയുവാണ്, ഒരു ഇത്ര പോരായ്മകൾ ഉണ്ടെങ്കിലും പോസിറ്റീവ് ആയിട്ട് റോബസ്റ്റ് അക്കാഡമിക് ഇൻഫ്രാസ്ട്രക്ചർ, പ്രൊഫഷണൽ നെറ്റ്വർക്ക്, മെത്തഡോളജിക്കൽ ഫൗണ്ടേഷൻ, ഡിസിപ്ലിൻ, റെസ്പോൺസ്, സോഷ്യൽ ചേഞ്ച് ആൻഡ് ഇന്നോവേഷൻ. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങൾ വന്നു. അപ്പൊ നമ്മൾ ഇവിടെ ഒരു പോയിന്റ് മിസ്സായി, മാർജിനൈസേഷൻ ഓഫ് വുമൺ, ട്രൈബ് ആൻഡ് അതർ ഡിസഡ്വാൻറ്റേജ് ഗ്രൂപ്പ്സ് നെഗറ്റീവായിട്ട് പറഞ്ഞു. പിന്നെ നമുക്ക് കൺക്ലൂഷൻ പോസിറ്റീവായിട്ട് പറയാം. കൊളോണിയൽ ലെഗസിയിൽ നിന്ന് ഒരു മോഡേൺ റിസർച്ച് ഓറിയന്റഡ് ഡിസിപ്ലിനായി മാറി. ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്രോളിഫറേഷൻ, കരിക്കുലം ഇന്നോവേഷൻ, എംപിരിക്കൽ ഫീൽഡ് വർക്ക്, പോളിസി ലിങ്ക്ഡ് റിസർച്ച് വഴി സോഷ്യോളജി അക്കാഡമിക് ആൻഡ് അപ്ലൈഡ് ആയി. ഇന്റലക്ച്വൽ, ഇൻസ്റ്റിറ്റ്യൂഷണൽ, മെത്തഡോളജിക്കൽ ഫൗണ്ടേഷൻസ് ഫോർ ഇനി വരാൻ പോകുന്ന ഡീക്കേഡുകൾക്ക് ഭയങ്കരമായിട്ടൊരു ഇന്റലക്ച്വൽ, ഇൻസ്റ്റിറ്റ്യൂഷണൽ ആൻഡ് മെത്തഡോളജിക്കൽ ഫ്രെയിം വർക്ക് കൊടുത്തു. ഭയങ്കരമായിട്ടൊരു അടിത്തറ അല്ലെങ്കിൽ ഒരു ബേസ്മെന്റ് പണിഞ്ഞിട്ടു. ഇനി നമുക്ക് അതിന് മുകളിലോട്ട് പണിഞ്ഞാൽ വരും കാര്യങ്ങളിൽ. സോ 1970s നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ആൻഡ് ഹാവ് എ ഗ്രേറ്റ് ഡേ. അടുത്ത ക്ലാസ്സിൽ കാണാം.